محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم بعباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരമാവധി ശ്രമിക്കുക, അതിനെ ആത്മീയത സ്വീകരിച്ച് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജീവിതത്തിൽ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മരണാനന്തര ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ആര് ഇന്നും പകർത്തുന്നുവോ അവനാണ് യഥാർത്ഥ വിജയി. കാലം മാറി, ഭൗതികമായ ചുറ്റുപാടുകളും സാഹചര്യവും മാറും. നാം ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ ഈ കാലഘട്ടവുമാണ് നമ്മെ സ്വാധീനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വാന ഖാതമുൻ നബിയ്യീൻ, ഞാൻ പ്രവാചകനിൽ അവസാനത്തവനാണ്. അതുകൊണ്ട് ഇനി ലോകത്തിൻ്റെ അവസാനം വരെ ഈ മതമാണ് മുറുകെ പിടിക്കുന്നത്. ആ മതം മുറുകെ പിടിക്കുമ്പോൾ അതിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കാം മുന്നോട്ട് പോയത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ചില ഗൗരവപൂർവമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയാണ്. സഹാബത്ത് പറയുന്നത്, പ്രവാചകൻ ഈ ലോകത്തിൽ വിട പറയാൻ പോകുന്നതിന് മുമ്പെയുള്ള പ്രസംഗമാണോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് പ്രവാചകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. എന്താണത്? നിശ്ചയം ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുന്നുവെങ്കിൽ കാലക്രമേണ ഈ ആദർശവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇഖ്തിലാഫുകൾ ഉണ്ടാകും, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും മതത്തിൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യയാണ് മുന്നേ പഠിക്കേണ്ടത്. അതോടൊപ്പം സന്മാർഗികളായിട്ടുള്ള എനിക്ക് ശേഷം ഖുലഫാഉർ-റാഷിദീനായിട്ടുള്ള സ്വഹാബത്ത് സ്വീകരിച്ച് കാണിച്ചു തന്നിരിക്കുന്ന മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. അന്നു അലൈഹാ ബിന്നവാജിബ്, നിങ്ങളത് നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ കടിച്ചു പിടിക്കണം എന്നാണ്. അതുപോലെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് മതത്തിൻ്റെ പേരിൽ മതത്തിൽ പുതുതായിട്ട് ചില സംഗതികളൊക്കെ കൊണ്ടുവരുന്നതിനെ, മതത്തിൽ കൊണ്ടുവരുന്നതിനെ, ഭൗതികമായ സംവിധാനങ്ങളെക്കുറിച്ചല്ല, മതത്തിൽ പുതുതായിട്ട് വല്ലതും ആരെങ്കിലും കയറ്റിക്കൂട്ടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം എല്ലാ മതത്തിൽ പുതുതായിട്ട് ഉണ്ടാകുന്ന സംഗതികളും വഴികേടാണ്. നിങ്ങൾക്കത് നല്ലതാണ് എന്ന് ചോദിക്കുന്നത് കാര്യമായില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണോ കാണിച്ചു തന്നിരിക്കുന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പം സമകാലികമായിട്ട് ഇസ്ലാമികമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഈ പുരുഷന്മാരെ പോലെ സ്ത്രീകളും പള്ളിയിലേക്ക് വന്നത്. അതാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നോക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ പറ്റുമോ, ജമാഅത്തിന് പങ്കെടുക്കുവാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആര് പറയുന്നു എന്നല്ല, ഖുർആനും തിരുസുന്നത്തിനോട് യോജിച്ചു വരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ മറിയം
റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് വിശദീകരിക്കുന്നത് പറയുന്നത് യാ മറിയം റബ്ബിക വസ്ജുദി വർകഈ മഅറാഖീൻ, മറിയമേ നീ വിനയാന്യതയായി തീരുക, നിന്റെ രക്ഷിതാവിനെ കീഴടക്കുക, വസ്ജുദി വർകഈ അതോടൊപ്പം തന്നെ നീ സുജൂദും റുകൂഉം നിർവഹിക്കുക, മഅറാഖീൻ റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ. ഇതിനെ ഇബ്നു കസീർ അടക്കം പറഞ്ഞിട്ടുള്ളത് കൂനി മിൻഹും എന്നാണ്. പള്ളിയിൽ ആരാധന നിർവഹിക്കുന്ന ആളുകളുടെ കൂടെ നീയാവും. നമുക്കറിയാമല്ലോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മറിയം റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. അവർക്ക് ഭക്ഷണം കിട്ടുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ജമാഅത്തായിട്ട് അവർ നമസ്കരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആ വചനത്തിന്റെ തഫ്സീർ എഴുതിയെടുത്ത് ഇബ്നു കസീറിനെ പോലെയുള്ള തൊബിയെ പോലെയുള്ള നല്ല മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് വരികയാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിലും സ്ത്രീകൾ പള്ളിയിലേക്ക് വന്നിരുന്നു. പ്രവാചകൻ അനുവാദം കൊടുത്തിരുന്നു. അതോടെ പ്രധാന പ്രസംഗിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യും. ആരാ ഇബ്നു ഉമർ? അദ്ദേഹത്തിന് വെച്ചിരിക്കുന്ന നാമം മുത്തബിഉ സുന്ന എന്നാണ്. സുന്നത്തിനെ പിൻപറ്റിയെടുക്കുന്ന ഒരു പ്രത്യേകത എല്ലാവരും തന്നെയാണ്. പക്ഷെ അത്രമാത്രം പ്രവാചകന്റെ ജീവിത രീതി പിന്തുടർന്നിരിക്കുന്ന ഒരു സ്വഹാബി എന്നൊക്കെ അദ്ദേഹത്തെ അങ്ങനെ പറയാറുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഇസ്തഅദനകും നിസാഉകും ബില്ലൈലി ഫിൽ മസ്ജിദ് വഇദനൂ ലഹുന്ന. ഒരു സ്ത്രീ നിങ്ങളോട് രാത്രിയിൽ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അതിൻ്റെ അനുവാദം നൽകണം. ഇത് റിപ്പോർട്ട് ചെയ്ത ബുഖാരിയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രഥമമായിട്ടെന്ന ബുഖാരിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് നിങ്ങളുടെ സ്ത്രീകൾ, അതാരായിരിക്കും? വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ ഭർത്താവായിരിക്കും, ഋതുമതിയാണെങ്കിൽ പിതാവായിരിക്കും. സംരക്ഷണം നൽകുന്ന ആൾ സംരക്ഷണം ഒരുക്കി കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അതിന് അനുവാദം നൽകണം എന്നാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണത്? ലാ തംനഉ നിസാഅകും അൽ മസാജിദ യസ്തഅദനകും ഇലൈഹാ. നിങ്ങൾ പള്ളികളിൽ നിന്നും സ്ത്രീകളെ തടയരുത്. നിങ്ങളോട് പള്ളിയിൽ പോകുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചാൽ, പള്ളിയിൽ പോകുന്നതിന് വേണ്ടി നിങ്ങളോട് നിങ്ങളുടെ സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്നാണ്. ആരാണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഇത് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷാഫി മദ്ഹബിന്റെ കീഴിൽ വരുന്ന ലോക പ്രശസ്തനായിട്ട് എന്നും അംഗീകരിക്കുന്ന പണ്ഡിതരാണല്ലോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇതേ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ ഖുറൂജ് നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഖുറൂജ് ഒക്കെ നമുക്കറിയാലോ, അതൊക്കെ നമുക്കിവിടെ മലയാളിയിലെ അറബി പദങ്ങളാണ്. പള്ളിയിലേക്ക് സ്ത്രീകൾ പുറപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. ഇത്ര കൃത്യമാണ് ഒരു സ്ത്രീ പള്ളിയിൽ പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ട് മറ്റൊരു ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമുണ്ട്. എന്താണ് അത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി അദ്ദേഹത്തിന്റെ പിതാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ നിസാ ഹുദൂദഹുന്ന മിനൽ മസാജിദി ഇദാ ഇസ്തഅദനൂകും. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് വേണ്ടി അവരുടെ ആവശ്യമായിക്കൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുവാദം കൊടുക്കണം. ലാ തംനഉ, നിങ്ങൾ അവരെ തടയരുത് എന്നാണ്. വഖാല ബിലാൽ, അപ്പോ ഇബ്നു ഉമറിന്റെ മകനായിരിക്കുന്ന ബിലാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായിരിക്കുന്ന ബിലാൽ അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ സ്ത്രീകളെ തടയും. ഇബ്നു ഉമറിന്റെ മകൻ പറയാണ്, ഇബ്നു ഉമറിനോട് പറയാൻ ഞങ്ങൾ തടയും എന്ന് പറയുന്ന ഹദീസ് പറഞ്ഞപ്പോ ഫഖാല ലഹു അബ്ദുല്ലാഹ്, അപ്പൊ അബ്ദുല്ലാഹി ഉമർ പറഞ്ഞു, അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാൻ നിന്നോട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. നീ പറയുന്നു ഞങ്ങളത് തടയുക തന്നെ ചെയ്യുന്നത്, ഞങ്ങളത് തടയുമെന്ന് നീ പറയുന്നു. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകൾ പള്ളിയിൽ പോകണം എന്ന് തന്നെയാണ്. ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുകയാണ്. സ്ത്രീകൾ നോക്കൂ, നിങ്ങൾ അവർ മാർക്കറ്റുകളിൽ പോകുന്നു, എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു, ദൂര സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോകുന്നു. നമ്മുടെ മക്കൾ മടങ്ങി വരുന്നത് എങ്ങനെയാണ്? ദീനിന്റെ എവിടെയെങ്കിലും കിട്ടാറുണ്ടോ? യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ നമ്മുടെ മക്കളൊക്കെ മനസ്സിലാക്കും. കൂട്ടായി പള്ളികളിൽ വരട്ടെ. അപ്പോൾ പള്ളികളെ ആളുകൾ പല രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. പള്ളികൾ ഭക്തിയുടെ സ്ഥലങ്ങളാണ്. ആ ഭക്തി ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നീക്കം ചെയ്യേണ്ടത്. ഒരു കുട്ടി മദ്രസയിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടാൽ പിന്നെ മദ്രസ വേണ്ട, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പ്രശ്നമാകുന്നത്. അല്ല, അതാരാണോ തെറ്റ് ചെയ്യുന്നത് അവരെയാണ് തടയേണ്ടത് എന്നാണ്. ഇനി നമ്മൾ മറ്റൊരു സംഭവം പറയാം. എന്താ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി വഉരീദു ഇത്വാലത്തിഹാ വഅസ്മഉ ബുകാ അസ്ബി വഅതജവ്വസു മിമ്മാ അയലു മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ ഇങ്ങനെ പറയാം. റസൂൽ തന്നെ പറഞ്ഞതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ നമസ്കാരത്തിൽ പ്രവേശിച്ചു, എന്നിട്ട് അതിങ്ങൾ നീട്ടിക്കൊണ്ടുപോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കാറുള്ളത്. അപ്പൊ അസ്മൗ ബുഖാസബി, അപ്പൊ ഞാൻ കുട്ടികളെ കരച്ചിൽ ഇങ്ങനെ കേൾക്കും. അപ്പൊ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ ഉമ്മാക്ക് നമസ്കാരത്തിൽ അതൊരു പ്രയാസമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നീട്ടി നമസ്കരിക്കുവാൻ ഉദ്ദേശിച്ച നമസ്കാരം അത്തജവ്വസു, ഞാൻ ചുരുക്കും എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഹീഹ് ബുഖാരിയാണ്. സഹീഹ് ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സുന്നത്താക്കപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി പിന്നെ ജമാഅത്തിൽ പങ്കെടുത്ത ഹദീസുകളുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ആയിഷ. നമ്മുടെ നാട്ടിലൊരു ചോദ്യമുണ്ട്, റസൂലിന്റെ ഭാര്യമാർ ആരെങ്കിലും ജുമാ ജമാഅത്തിൽ പങ്കെടുത്തതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനുള്ള മറുപടിയാണിത്. എന്താണ്? ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, كن نساء المؤمنات يشهدن مع النبي مع الرسول صلى الله عليه وسلم صلاة الفجر متلفعات لمروطهن ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. عائشة رضي الله تعالى عنها قد كنا على نساء المؤمنات മുഅ്മിനാത്തുകളായിട്ടുള്ള സ്ത്രീകൾ എന്നാണ്. കുന്ന അവർ, നിസാഉൻ സ്ത്രീകൾ, അൽ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങളായിട്ടുള്ള സ്ത്രീകൾ. അതിലാരും പെടും? മുഅ്മിനാത്ത് പെടും. ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് റസൂലിന്റെ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഗ്രന്ഥം സ്വഹീഹ് ബുഖാരിയാണ്. എന്താ പറയുന്നത്? യഷ്ഹദു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഫജ്ർ, സുബഹി നമസ്കാരത്തിലൊക്കെ ഞങ്ങൾ റസൂലിന്റെ കൂടെ ജമാഅത്തായിട്ട് പങ്കെടുക്കുമായിരുന്നു. മുത്തലഫിയാത്തിൻ, ഞങ്ങളെ പുതപ്പൊക്കെ ആകെ മൂടി പുതച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോവുക. പിന്നെയോ എന്നിട്ട് നമസ്കാരത്തെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എങ്കലിബിനെ വീടുകളിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്യും. ആ പ്രഭാതത്തിന്റെ ഇരുട്ടിയ അന്തരീക്ഷം ഉണ്ടല്ലോ, ആ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ മൂടിപ്പറിച്ച് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. ഇത് നമുക്കറിയാം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പല ആളുകളും പറയുന്നത്, നമസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാഇന് പോയാൽ നീ ചോദിച്ച അവസരം കൊടുക്കണമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ രാത്രി നമസ്കാരം, ഇപ്പൊ സുബ്ഹിയുടെ പറഞ്ഞു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, പകലിനേക്കാൾ കൂടുതൽ
ഒരു സ്ത്രീയെ തെറ്റിദ്ധരിക്കുവാനും സംശയിക്കുവാനും രാത്രിയാണല്ലോ സാധ്യത കൂടുതൽ. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി സമയങ്ങളിൽ പോലും നമസ്കരിക്കുവാൻ അനുവാദം കൊടുക്കുമെങ്കിൽ പകലിൽ ഒരു കാരണം തടയാനില്ല എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ്. ഫർള് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകലൊരിക്കൽ പള്ളിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാണ്, ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദായ ഹബ്ലുൻ മംദൂദത്തുൻ ബൈന സാരിയതൈൻ. പള്ളിയിൽ കൂടെ നടക്കുമ്പോൾ രണ്ട് ചുമരുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ കെട്ടിയത് കാണുകയാണ്. ഫഖാല മാ ഹാദിൽ ഹബ്ൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു കയറ് പള്ളിയിലുള്ള കാണുന്നത്? അപ്പൊ ഖാലു ഹാദാ ഹബ്ലുൽ സൈനബ. ഇത് റസൂലെ സൈനബ റളിയല്ലാഹു അൻഹയുടെ കയറാണ്. എന്തിനാണത്? അവർ നിസ്കരിക്കുന്ന സമയത്ത് ക്ഷീണം അനുഭവപ്പെട്ടാൽ ആ കയറിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കും. അതിന്റെ ആവശ്യമില്ല, നിങ്ങളത് അയച്ചു വെക്കൂ, കഴിച്ചു കളഞ്ഞേക്കൂ. ഒരാൾ നമസ്കരിക്കേണ്ടത് അവന്റെ ഉന്മേഷാവസ്ഥയിലാണ്. ഈ ആ ഉന്മേഷത്തിൽ ഒരാൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഇത് ഫർദ് നമസ്കാരത്തെ കുറിച്ചല്ല, സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരുപാട് നമ്മുടെയൊക്കെ മദ്രസയിലുണ്ട്, സുന്നി മദ്രസയിൽ പഠിച്ചിരുന്നത് എന്താണ്? പള്ളിയിൽ വരുന്നത് നിർബന്ധമായിട്ടാണ് പുരുഷന്മാർക്കാണ്. ഇനി പള്ളിയിൽ വരുന്നത് നിർബന്ധമില്ലാത്തതായിട്ടൊക്കെ നമ്മൾ പറയും. കുട്ടികൾക്ക് പറ്റും, നിർബന്ധമല്ല. രോഗി വരേണ്ടതില്ല. അതേപോലെ തന്നെ നമ്മൾ പറയല്ലോ, ഒരാൾക്ക് ബുദ്ധിഭ്രംശം സംഭവിച്ചു, അങ്ങനത്തെ ആൾക്കൊക്കെ നിർബന്ധമല്ല, സ്ത്രീകൾക്ക് നിർബന്ധമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ഒരു രോഗി, ഒരു കുട്ടി പള്ളിയിലേക്ക് വന്നാൽ അതിന് ബുദ്ധി കൂടുതലുണ്ട്. കുട്ടീനെ 7 വയസ്സ് നമസ്കരിക്കാൻ പറയണം തന്നെ, കൊണ്ടെന്ന് ശീലിപ്പിക്കണമെന്നാണ്. അതേപോലെ തന്നെ സ്ത്രീക്കും നിർബന്ധമില്ല. എന്നാൽ പള്ളിയിൽ വന്നാലോ ആളിനെ കിട്ടുന്ന അതേ കൂലി പെണ്ണിന് കിട്ടും. ഇനി ആട് പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ഫർദ് ഐനും ഫർദ് കിഫായുമാണ്. അത് പള്ളിയിൽ ജുമാക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ കഥ കഴിക്കുമെന്നാണ് ഇസ്ലാം പഠിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബാധ്യതയില്ല. പക്ഷെ പള്ളിയിൽ വന്നാൽ പുരുഷന് കിട്ടുന്ന അതേ കൂലി കിട്ടുന്നതാണ്. റസൂൽ ഒരിക്കൽ പള്ളിയിൽ എങ്ങനെയാണ് സ്ത്രീകൾ വന്നാൽ നമസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ വശറുഹാ ആഖിറുഹാ. ആ പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും നല്ല സഫ് ഏതാണ്? ഒന്നാമത്തെ സഫാണ്. അത് നമ്മൾ പറയാനുള്ള അറിയില്ല. ഇന്നും ഞാൻ ഈ മുമ്പ് കയറുമ്പോൾ സങ്കടം പറയാം. ഇവിടെ കയറി ഞാൻ ഇരിക്കുമ്പോൾ ബേക്കിൽ പല ആളുകളും ചാരി ഇരുന്ന് ഉറങ്ങിയാണ്. നാലഞ്ച് നോക്കി എന്തിനാണ് നമ്മൾ പള്ളിയിരിക്കുന്നത്? നമ്മളവരെ കുറ്റപ്പെടുത്തിയില്ല, പള്ളിയുടേതായിട്ട്. പക്ഷെ പള്ളിയിൽ വന്നാൽ നമ്മളത് കേൾക്കണമെന്നാണ്. കുത്തുബ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഔവലാണ്. അത് ഏറ്റവും മോശപ്പെട്ട സഫ് ഏറ്റവും ബേക്കിലെ സമയം. ചില ആളുകളുടെ സൗകര്യത്തിന് ബേക്ക് പോയിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടാനാണ് നമ്മൾ ലക്ഷ്യമിക്കേണ്ടത്. അതിനുശേഷം എന്തായാലും കുഴപ്പമില്ല. അതല്ലേ നമ്മൾ പള്ളിയിൽ ഉദ്ദേശം. ഇനി സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഫ് ഏതാണ്? ഏറ്റവും ബേക്കിലെ സഫാണ്. അതിന് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ സഫ് ഏതാണ്? ഏറ്റവും വിടുന്ന സഫാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രത്യേകം പഠിക്കും. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ പുരുഷന്മാരൊക്കെ അവിടെയാണ്. സ്ത്രീകൾക്ക് പോയി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് പുരുഷന്മാരെ. അതേപോലെ തന്നെ സ്ത്രീകളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുരുഷന്മാർ എഴുന്നേറ്റുന്ന ശേഷം എഴുന്നേക്കാൻ പറ്റുള്ളൂ. കാരണം അന്ന് വസ്ത്രം കുറവായിരുന്നു. അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കുക. അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള റസൂൽ നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും ആരാധനയും ഒക്കെ നമ്മൾ വകച്ചു കൊടുക്കുക. അല്ലാഹു നമ്മെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഇബാദുല്ലാഹി സാലിഹിൻ തഖവ. ഒരിക്കൽ കൂടെ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ചില ആളുകൾ പറയും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം സ്ത്രീകളെ പള്ളി വീട്ടിലാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും
റമദാനിലെ അവസാനത്തെ 10 ഇത്തികാഫ് ഇരുന്നതാണ്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് സുമ്മ ഇത്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി ഐ മിൻ ബഅദി വഫാത്തിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും അവർ പള്ളിയിൽ വന്നിട്ട് ഇത്തികാഫിരിക്കുന്നു. പള്ളിയിൽ വന്ന് ഇത്തികാഫിരിക്കുന്നുണ്ടെങ്കിൽ എന്താ, അവിടെ നടക്കുന്ന ജമാഅത്ത് ഒക്കെ അതിലൊക്കെ പങ്കെടുക്കുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ പറയുന്നത്. ഹിജാബിൻ്റെ ആയിട്ട് അതിന് മുന്നേ ഇറങ്ങിയതല്ലേ, എന്നിട്ട് പള്ളി പോകാതിരിക്കുന്നു. ഈ ഒറ്റ സംശയമാണ്. ചില ആൾക്കാർ പറയും പിന്നെ അത് വിരുദ്ധ കുഞ്ഞ ഹൈറല്ലോ, അവർക്കവിടെ വീടാണ് ഉത്തമമാണ്. ആ ഹദീസത്ര അസഹല്ല ഒന്ന്. കാരണം ബുഖാരി മുസ്ലിം രാത്തന്നവോ ഇമാറായി മസാജത എന്നാണ് പറഞ്ഞത്. ബുഖാരി മുസ്ലിമും നിങ്ങൾ സ്ത്രീകളെ പള്ളികളെ കൊണ്ട് തടയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെതിരായിട്ട് ഹദീസ് കൊണ്ട് അത് സ്വീകരിക്കേണ്ടതില്ല. ഇനി നമ്മുടെ നാട്ടിലെ വാദം പോലെ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്, അവർക്ക് അവിടെ വീടാണ്. അങ്ങനെയാണ് ആ ഹദീസ് ചേർന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് വിഭജിക്കുക? അപ്പം അതിനെ പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് അവിടെ വീടാണ് ഉത്തമം. പക്ഷെ ഭർത്താവ് ഒരു സാഹചര്യത്തിൽ അവളോട് പോണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റസൂലിൻ്റെ അടുത്ത് വന്നൊരു സ്ത്രീ ചോദിച്ചു പോയി, റസൂലെ എനിക്ക് പിന്നീട് നമസ്കരിക്കാനുണ്ട്, ആഗ്രഹമുണ്ട്, അവയുടെ പ്രവാചകനുണ്ട്, പക്ഷേ എൻ്റെ ഭർത്താവ് അതിനെ അനുവദിക്കുന്നില്ലാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഭർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വീടാണ് ഉത്തമം. അങ്ങനെയാണ് ഈ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാലും ഇനി നിങ്ങൾക്ക് വേറെ ഒരു ചരിത്ര സംഭവം കേൾക്കാം. ഇബ്നു ഉമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്തിഖ റളിയല്ലാഹു അൻഹ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ്. അവർ കുറച്ച് സുന്ദരിയായിരുന്നു. നമ്മൾ വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അവർ പള്ളിയിലേക്ക് പോകുന്നത് ആദ്യത്തെ ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കിയതായിരുന്നു. കാരണം അത് ഈ പള്ളിയിൽ പോകുന്നതിന് തടയുകയും ഒക്കെ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് അവർ പള്ളിയിൽ പോകുമ്പോൾ പിന്നെ ഇബ്നു ഉമർ വന്നിട്ട് ചോദിക്കുന്നത് ആത്തിഖ റളിയല്ലാഹു അൻഹയോട്, ഉമറിനെ നിങ്ങൾ പള്ളിയിൽ പോകുന്നത്ര താല്പര്യമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അവർ കുറച്ച് സുന്ദരിയായിരുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആത്തിഖ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു മറുപടി, എന്നെ ഉമർ തടയുന്ന കാലത്തോളം ഞാൻ പള്ളിയിൽ പോകുന്നു. പക്ഷേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും തടഞ്ഞില്ല എന്നാണ്. എന്തേ കാരണമല്ലോ, അള്ളാഹു റസൂൽ കൊടുത്തിരിക്കുന്ന അനുവാദത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ തനിക്ക് അധികാരമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു റാഷിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ഹദീസ് കേട്ടോ, ഏതാണത്? ആ ഹദീസിന്റെ അവസാനം പറയുന്നത് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ, സുന്നാർഗികളായിട്ടുള്ള ഖുലഫാ റാഷിദീൻ മാർഗ്ഗം പിൻപറ്റുക. നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക. പരലോകത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോരുത്തരോട് ചോദിച്ചാൽ, എന്നോട് ഞാൻ നിങ്ങളെ പഠിച്ചതിനെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കിയതിനെക്കുറിച്ചും ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അതിനെ പിൻപറ്റിയില്ല എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിർത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിരിക്കുന്ന ആളുകളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يسر عسيرنا وسهل امورنا وقض حاجاتنا يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. رب ارحمهم كما ربونا صغارا. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تؤاخذنا ان نسينا او اخطانا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.